നമ്മൾ മണിച്ചിത്രത്താഴിലെ ഹിൽ പാലസ് കാണാൻ പോയപ്പം അവിടെ കണ്ട കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് പാലസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പാലസിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനത് അപ്ലോഡ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേര് അപ്ലോഡ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അധികം ഫോട്ടോസ് എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ രാജാക്കന്മാരുടെ ഫോട്ടോസും ചരിത്രങ്ങളൊക്കെ വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വായിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാജാവിൻ്റെ കസേര, രാജാവ് ഉപയോഗിച്ച സാധനങ്ങൾ, രാജാക്കന്മാർ ഉപയോഗിച്ച സാധനങ്ങൾ, പിന്നെ അവരുടെ മന്ത്രിസഭ, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നു. ഞാനതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ പണ്ടത്തെ പല്ലക്ക്, രഥങ്ങൾ, അതിനായിട്ട് തന്നെ ഒരു പ്രത്യേക സ്പേസ് തന്നെ ഉണ്ട്. അതായത് എന്തായിരുന്നു അതിൻ്റെ പേര്, ദൃശ്യ എന്തോ രഥങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്പേസ് തന്നെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഞാൻ ആ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതൊരു തമ്പുരാൻ്റെ ശവകുടീരമാണ്. ഈ രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ്റെ ശവകുടീരമാണ്. ഇനി ഞാൻ മെയിനായിട്ട് അതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് വിഷ്വൽസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കാണാനുള്ളത് എന്ന്. നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് എത്രയായിരുന്നു, 50 രൂപയായിരുന്നു തോന്നുന്നു. ഞാനല്ല ടിക്കറ്റ് എടുത്തത്, അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് അറിയാത്തത് കേട്ടോ. നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതെന്ന് കാണാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ രാജാവിൻ്റെ കസേര. രാജാവിൻ്റെ കസേര എന്ന് തന്നെയാണ് തോന്നുന്നു പറയുക. ഇതാണ് ഇതെന്തായിരുന്നു എന്നറിയോ, മന്ത്രിസഭ ക്യാബിനറ്റ് ഹാൾ അങ്ങനെ എന്തോ ആയിരുന്നു അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവരതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരും. ഞാൻ പിന്നെ ഈ കുട്ടിയുടെ പിന്നാലെ ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും കേൾക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ വിഷ്വൽസ് ഇടയിൽ കയറി വരുന്നതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂഷൻ ആവണത് കേട്ടോ. പിന്നെ കുറേയധികം രഥങ്ങളും പല്ലക്കുകളും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പണ്ടത്തെ ഓരോ വെള്ളി ട്രോഫികൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. വെള്ളിയുടെ കസേര, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം അത് വില കൂടിയ സാധനങ്ങളാണ്. പിന്നെ പണ്ടത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പിന്നെ ഇതൊക്കെ പണ്ടത്തെ രഥവും പല്ലക്കൊക്കെയാണ് കേട്ടോ. പിന്നെ പണ്ടത്തെ പീരങ്കി, ഈ കാണുന്നതാണ് പീരങ്കി എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പിന്നെ ഒരു ആനയുടെ ഒരു അലങ്കാര വസ്തുവാണ്. പക്ഷെ നമുക്കിതിൻ്റെ ബാക്ക് വശത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് വരുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കാനൊക്കെ ഉപയോഗിച്ചായിരിക്കും. പിന്നെ ഇതൊക്കെ മെയിനായിട്ട് എത്ര കൊട്ടാരങ്ങളുണ്ട്, ചരിത്രം എന്താണെന്നൊക്കെ ഉള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഇതുണ്ടായത് എന്നൊക്കെയുള്ള ഇങ്ങനത്തെ കുറേ ക്ലിപ്പിങ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കുറച്ചും കൂടി പെർഫെക്ഷനായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും വാച്ച് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുട്ടികളോട് ടാറ്റാ.